Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഓട്സ് വെച്ചിട്ട് ഇഡ്ഡലിയാണ്. ഇത് നല്ല ടേസ്റ്റ് ആണ്, ഇത് നല്ല സോഫ്റ്റും ആണ്. ഇത് നമ്മൾ ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്കൊക്കെ ഒത്തിരി നല്ലതാ ഇങ്ങനെ ഒരു ഓട്സ് ഇഡ്ഡലി. ഇത് വളരെ എളുപ്പമാട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നമുക്ക് തലേദിവസം ഒന്നും കലക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇത് അപ്പം തന്നെ നമുക്ക് കലക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഡ്ഡലി ആട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1 കപ്പ് ഓട്സ് വറുത്ത് പൊടിച്ചെടുത്തത്, 1/4 കപ്പ് റവ വറുത്തതോ വറുക്കാത്തതോ യൂസ് ചെയ്യാം, ക്യാരറ്റ്, പച്ചമുളക്, മല്ലിയില, 1/2 കപ്പ് തൈര്, വെള്ളം, ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ ഒരു പാത്രത്തിലേക്ക് ഓട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. റവ, ഇതിപ്പോൾ ഹെൽത്തി വേർഷനാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ റോക്ക് സോൾട്ടാണ്, ഹിമാലയയുടെ പിങ്ക് സോൾട്ടാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പേക്കാളും മതി. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് തൈര്, വെജിറ്റബിൾസ്, ഇനി ക്യാരറ്റ്, മല്ലിയില, പച്ചമുളക്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് ഒരുപാട് ലൂസായി പോകരുത്, നമ്മൾ ഇഡ്ഡലി ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ റവ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ റവ അലിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്തേക്കുന്ന റവ ഒന്ന് കുതിർന്ന് വരത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഒഴിച്ചേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, എണ്ണ ചൂടായി കടുക് പൊട്ടി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ പരിപ്പ്, കുറച്ച് കറിവേപ്പില, അതിങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ പിച്ചിടാം. ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇറക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇത് കണ്ടോ, അപ്പോൾ നമ്മുടെ മാവ് ഒന്ന് നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരുന്നത്. അപ്പോൾ റവ ചേർത്തിരിക്കുമല്ലേ, അപ്പോൾ റവ അലിഞ്ഞു തുടങ്ങുന്നതനുസരിച്ചിട്ടാണ് ഇത് തിക്കാവുന്നത്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 20 മിനിറ്റ് ആയിട്ടില്ല. റവ നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാവ് എന്തായി നോക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്തേക്കുന്ന റവ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്കിത് മാവ് കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം കേട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പരുവാണ്. ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഈ ടൈമിൽ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഇതിലേക്ക് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മാവ് വെച്ച് എനിക്ക് 6 ഇഡ്ഡലി ആട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇറക്കി വെക്കാം.
ഇനി ഇത് അടച്ചു വെക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കാം. ഇതൊന്ന് കുത്തി നോക്കാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇവിടെ സാമ്പാറും ചട്നിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സ് വെച്ചിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഇഡ്ഡലി കഴിക്കാനായിട്ട്. ഇത് ഡയറ്റൊക്കെ നോക്കുന്നവർക്കൊക്കെ ഒത്തിരി നല്ലതാട്ടോ ഇത്. അപ്പോൾ ഇത് ഒന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇത് നല്ല സോഫ്റ്റ് ആട്ടോ. ഇതുണ്ടോ. അപ്പോൾ ഇതിനകത്ത് ക്യാരറ്റ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ക്യാരറ്റൊക്കെ എത്ര ചേർക്കുന്നു അത്രയും ടേസ്റ്റ് ആട്ടോ ഇതിന്. നമ്മൾ വെജിറ്റബിൾസ് ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ടേസ്റ്റ് ഇതിന് കിട്ടത്തില്ല. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്റ്റ്. നല്ല സോഫ്റ്റാണിത്. ഉണ്ടോ. ഇത് കഴിക്കാനും നല്ല സ്വാദാട്ടോ അത്. ഇതിങ്ങനെ വെജിറ്റബിൾസ് ചേർത്തേക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ കറി ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിങ്ങനെ ചുമ്മാ തിന്നാനും നല്ല ടേസ്റ്റ് ആട്ടോ അത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.